ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അല്ല 2-3 ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോയാണ് ഇന്നാണ് നമ്മൾ അപ്ലോഡ് ആക്കുന്നത്. ഇന്നാണ് നമ്മൾ എഡിറ്റ് ചെയ്തത്. ഇന്നലെയാണെങ്കിലും നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല ആവശ്യത്തിന് വെള്ളമൊക്കെ കിട്ടി. രാവിലെ മുറ്റം എല്ലാം വൃത്തികേടായി കിടക്കുകയാണ്. പിന്നെ ഈയല ഉണ്ടല്ലോ, നമ്മൾ ഈ നല്ല വെട്ടത്തൊക്കെ നല്ല ലൈറ്റൊക്കെ ഉള്ള സമയത്ത് വരുന്ന ഒരു തരം പക്കിയാണ് കേട്ടോ ഇത്. പക്കി എന്ന് പറയുമ്പോൾ ഇനി എന്തോ പറയണ്ടേ, ഒരു തരം പ്രാണി. അപ്പോൾ ഇതിൻ്റെ ചിറകെല്ലാം അങ്ങനെ പൊഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. നിറയെ ഉണ്ട്, ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അനിയത്തി അടുക്കളയിൽ ജോലി ചെയ്യുമല്ലോ. ജോലി എന്ന് പറഞ്ഞാൽ നേരം വെളുത്ത് എണീറ്റതല്ലേ ഉള്ളൂ. അപ്പോൾ അവളിങ്ങനെ അടുപ്പിൻ്റെ തിട്ടയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ, തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ വിചാരിച്ചത് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ആകെ വൃത്തികേടായി കിടക്കുക കേട്ടോ. ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയും, ആ ഒരവസ്ഥയിൽ കിടക്കുകയാണ്. മൊത്തത്തിൽ നമ്മൾ ആ റോഡും വഴിയും തടവും എല്ലാം, നമ്മുടെ മുറ്റവും നിറയെ തിണ്ണയാണെങ്കിൽ നേരം വെളുത്ത് കതക് തുറന്നപ്പോൾ തിണ്ണയിൽ മൊത്തം ഈയലെന്ന് പറയുന്ന ഈ ഒരു പ്രാണിയുടെ ചിറകായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി എല്ലാം മുറ്റത്തോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം സമാധാനത്തിൽ അടുക്കള ജോലിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പാത്തുവിനൊന്ന് മദ്രസയുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും മുറ്റം അടിക്കാനായിട്ട് നിൽക്കുകയാണ്. അനിയത്തിക്ക് അവിടെ തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുത്തു കേട്ടോ. രാവിലെ കാപ്പിക്ക് കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കൊടുത്തു. പിന്നെ പൊടികളൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അവളെല്ലാം കറിയൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുറ്റമൊക്കെ അടിച്ച് കുറച്ച് ചവറൊക്കെ വാരിക്കൊണ്ട് കളഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലോട്ട് കയറി വന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു പലാസോ പാൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കയറി വാങ്ങിച്ചോളൂ. ഒത്തിരി യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്ന ഒരു പലാസോ പാൻ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലാക്കും റെഡും ആയിരുന്നു വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ കാപ്പി ഒന്ന് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് കറിയാണ് നമ്മൾ തക്കാളി കറി ഉണ്ടാക്കി വെച്ചത് കേട്ടോ. സവാളയൊന്നും ഇടാതെ വെച്ചിട്ടുള്ളൊരു തക്കാളി കറിയാണ്. റെസിപ്പിയൊക്കെ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ചെയ്തതുകൊണ്ടാണ് പറയാതെങ്ങിരുന്നത് കേട്ടോ. പിന്നെ പാത്തുവിന് ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഞാൻ ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ക്യാരറ്റോ മറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സവോളയും കൊത്തി എരിഞ്ഞിട്ട് പെട്ടെന്ന് അവൾ പറഞ്ഞതുകൊണ്ട് തട്ടിക്കൂട്ടി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി എടുത്തതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പപ്പടവും കൂടെയൊക്കെ കാച്ചി അവളെ അങ്ങോട്ട് ഒതുക്കി. അന്നത്തെ ദിവസം പള്ളിയുള്ള ദിവസമാണ്. അപ്പോൾ അനിയത്തി അവിടെ പാത്രമൊക്കെ കഴുകുന്നുണ്ട്. ഇനിയിപ്പം കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാൻ കൊച്ചിനെ പള്ളിയിലോട്ട് കൊണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. 2 ദിവസം വീഡിയോ ഇടാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ തൊണ്ടവേദന, ഞാൻ അന്ന് ലാസ്റ്റിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയ തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ടിരുന്നു. പാത്തുവിനും ജലദോഷമായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റിയില്ല കേട്ടോ. വീഡിയോ ഇന്നാണ് ഞാൻ എഡിറ്റ് ചെയ്തതും. അങ്ങനെ ഞാൻ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് കയറി വന്നിട്ട് അനിയത്തി ഇവിടെ പാത്രമൊക്കെ കഴുകി ക്ലീൻ ചെയ്യാണ് അടുക്കളയൊക്കെ. ഞാൻ വന്നിട്ട് അപ്പോൾ തൈര് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ട തൈരായിരുന്നു കേട്ടോ. നല്ല പുളിയുള്ള തൈരായിരുന്നു. സംഭാരം ഉണ്ടാക്കാൻ പറ്റിയ തൈര്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ തൈര്, ഇതിൻ്റെ ബാക്കി തൈരെല്ലാം ഇവിടെ ഒഴിച്ച് കുടിച്ച് തീർത്ത് കേട്ടോ. ബാക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തീരുന്നതിന് മുന്നേ സംഭാരം ഉണ്ടാക്കി വെക്കാനായിട്ട്. കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നല്ല ക്ഷീണിച്ചാണ് കയറി വരുന്നത്. തേര് മൊത്തം കയറി എത്തണ്ടേ, അപ്പോഴും കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്ന് വിചാരിച്ചിട്ട്. മൺകലം ഉണ്ടെങ്കിൽ മൺകലത്തിനകത്ത് ഒഴിച്ച് വെച്ചാലും മതി കേട്ടോ. ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ കാന്താരി മുളകില്ല, പച്ചമുളക്, കൊച്ചുള്ളിയും കൂടെയൊക്കെ ചതച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നേരെ അതങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് നേരെ ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോയി കേട്ടോ. എന്താ ഈ പർദ്ദയൊക്കെ ഊരി ഇങ്ങനെ നടക്കുന്നില്ലേ, പർദ്ദ വഴി എത്തുമ്പോഴേ ഇപ്പോഴുള്ള ഒരു പതിവാണ് പർദ്ദയും മഫ്തയും ഊരി എൻ്റെ കയ്യിൽ തരിക. എന്നിട്ട് ഇതുപോലെ വീട്ടിലിട്ട വേഷത്തിൽ ഇങ്ങനെ നടന്നു പോവുക. ഒന്നാമത് ചൂടായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടും കൂടെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഊരി തരുന്നത്. തേരിയല്ലേ, തട്ടിയടിച്ച് 2-3 പ്രാവശ്യം വീണിട്ടുണ്ട്, മുട്ട് പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഊരി എൻ്റെ കയ്യിലിങ്ങനെ തന്നിട്ട് ആളിങ്ങനെ ലാവശ്യടിച്ചങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ വീടെത്തി, നല്ല തണുത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്നൊരു ഗ്ലാസ് എടുത്ത് ഇതിൽ നിന്ന് അരക്കി അടിച്ച് മാറ്റി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനെടുത്ത് പെട്ടെന്നൊരു ഗ്ലാസ് എടുത്ത് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു തൃപ്തിയായത്. നല്ല എന്താ പറയേണ്ട, വയറൊക്കെ അങ്ങ് തണുത്തു. മനസ്സും വയറും തണുത്തൊന്നും അറിയത്തില്ല, അതുപോലായി. അപ്പോൾ ഞാൻ പള്ളിയിൽ പോയിട്ടുള്ള വേഷമാണ് കേട്ടോ ഇത്. കപ്പ കൊണ്ടുവന്നത് തലേന്നായിരുന്നു. നമ്മളത് പുഴുങ്ങാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് വേവിക്കാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് വേണ്ടിയിട്ട് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എടുത്ത് പുഴുങ്ങി കേട്ടോ. പുഴുങ്ങാൻ വേണ്ടി വെട്ടിയിട്ടു പുഴുങ്ങാനായിട്ട്. അടുത്ത വീഡിയോയ്ക്ക് വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം. വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നല്ലോ, നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീഡിയോസ് കാണാൻ വേണ്ടി താല്പര്യമുണ്ടല്ലോ. അതുതന്നെ അൽഹംദുലില്ലാ വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ വായിക്കുന്നുണ്ട്, അതിന് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്.
എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അഹങ്കാരമാണെന്ന് പറയരുത്. ഒരു 20,000 പേര് സബ് ആക്കി തരണം കേട്ടോ. അപ്പോൾ ഒരു 13 കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 100K ആകുമ്പോഴത്തേക്കും പ്ലേ ബട്ടൺ മേടിച്ച് തരണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പ്ലേ ബട്ടൺ കിട്ടുക എന്നൊക്കെ ഉള്ളത് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ടൈമിനൊക്കെ വിചാരിച്ചിട്ടുണ്ട് പ്ലേ ബട്ടൺ കിട്ടുന്ന ആ ഒരു ഇതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെയൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കാറുണ്ട് കേട്ടോ. എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അതിമോഹമാണെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കുഞ്ഞ് ചാനലോ എന്ന് വിചാരിക്കേണ്ട. എന്നാലും ഒന്ന് സബ് ചെയ്യാതെ പോകരുതേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു പ്രാർത്ഥന. അപ്പോൾ എന്താ പറയേണ്ടത്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, അതുപോലെ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വല്ല പ്ലാനും ഉള്ള കൂട്ടുകാർക്കും, അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്ലാനുള്ള കൂട്ടുകാർക്കും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ദേ ഞാനാണെങ്കിൽ ചീനി വെട്ടി കഴുകി ഉപ്പൊക്കെ ഇട്ട് കുക്കറിലോട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ കൊണ്ടുവന്നത് ദേ ഇതായിരുന്നു കേട്ടോ. ഞാൻ ചാളയാണെന്നും പറഞ്ഞ് നോക്കിയതാണ്, ആണെങ്കിലും ഒന്ന് വറ്റിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അല്ല, ചാളയാണെങ്കിൽ ഒരു മുട്ട എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ ഇതിലിരുന്നതാണ്. പക്ഷേ മുട്ടയൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. പിന്നെ ഞാനത് എല്ലാം കൂടെയൊക്കെ വെട്ടി കഴുകി എടുത്തു. പൊരിക്കാനും കറുവെക്കാനും ഒക്കെ മാറ്റി. പിന്നെ ഒന്ന് ഒഴിച്ചേറിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ മീൻ ഞാൻ മുളക് കറി വെക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെന്തായാലും ചാറ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ചാറ് കറി വേണം, തികയത്തില്ല ഇല്ലെങ്കിൽ. അപ്പോൾ കുമ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു. കുമ്പളങ്ങയും മാങ്ങയും കൂടെയൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ട് ഒരു ഒഴിച്ചേറിക്ക് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കി ഉപ്പും മഞ്ഞളും കറിവേപ്പിലയും പച്ചവെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. ഇപ്പുറത്തെ അടുപ്പിലോട്ട് മീനും വറുക്കാനായിട്ടിട്ട് കേട്ടോ. വറുത്ത് കോരിയ മീനിൻ്റെ ബാക്കി എണ്ണ ഉണ്ടല്ലോ, അതിൽ തന്നെ ഞാൻ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് താളിച്ച് അതിലേക്കൊരു പച്ചമുളകല്ല, അതിലേക്കൊരു തക്കാളി അരിഞ്ഞതും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. പിന്നെ പൊടികളൊക്കെ ഞാൻ ഇച്ചിരി വെള്ളത്തിൽ കുഴച്ച് വെച്ച് കേട്ടോ, കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് താളിച്ചതിലോട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുത്ത് ആ ചട്ടിയിൽ തന്നെ ഉള്ള എണ്ണയിലാണ് കേട്ടോ ഞാൻ വഴറ്റിയെടുത്തത്. പിന്നെ വേറൊരു ചട്ടിയിലോട്ടാക്കിയിട്ട് മീൻകറി ഞാനങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്, വിറകടുപ്പിലോട്ടാക്കി മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ കുമ്പളങ്ങയും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചങ്ങോട്ട് ഒഴിച്ചു. പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കറിയും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ കപ്പയൊക്കെ വെന്ത് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് വേണ്ടി ഇച്ചിരി ചമ്മന്തി അരച്ചെടുത്ത് കേട്ടോ. മുളക് ഉടയ്ക്കാൻ വേണ്ടി നിന്നില്ല. ചമ്മന്തി, അതായത് ഇച്ചിരി ഉണക്കക്കൊഞ്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉച്ചയൂണെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ബൈ.